വെൽക്കം ബാക്ക് റോട്ടോ ടോക്സ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് നമുക്ക് ഏകദേശം 300 ലൈക്ക് നമ്മൾ ചോദിക്കാതെ തന്നിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ്. അതിന് മുമ്പത്തെ 2 ദിവസം മുമ്പത്തെ വീഡിയോ ആയിരുന്നു, നമുക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും താങ്ക്സ്. തോറ്റുകൊണ്ട് തുടങ്ങുന്ന മുമ്പേ പേടിക്കണല്ലേ ആരുടെ? തീർച്ചയായിട്ടും മുംബൈ ആദ്യത്തെ 4 മത്സരങ്ങൾ തോറ്റ് എല്ലാവരുടെയും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ വിമർശനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് ഇന്നലത്തെ മത്സരത്തോടു കൂടി ആദ്യത്തെ 4 മത്സരം കഴിഞ്ഞപ്പോൾ അവസാന സ്ഥാനത്തുണ്ടായിരുന്ന അടിവാരത്തുണ്ടായിരുന്ന മുംബൈ ഇന്നലത്തെ മത്സരത്തിന് ശേഷം ടോപ്പ് 3-ൽ ഇടം പിടിച്ചിരിക്കുകയാണ്. RCBയുടെ തൊട്ടടുത്ത് മുംബൈ പ്ലേ ഓഫ് കാത്ത് അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞതിൽ വലിയ മാറ്റങ്ങളില്ലാതെ സംഭവിച്ചൊരു കാര്യം അത് മുംബൈയുടെ കാര്യത്തിന് മാത്രമായിരുന്നു. കാരണം അന്നും ഇന്നും എന്നും ആ ഒരു കൺസിസ്റ്റൻസി അവർ തുടരും. അത് തന്നെയാണ് നമ്മളെ കൊണ്ട് ആ ഒരു നമ്മളിങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് അവർ കയറും നമ്മളെ പ്രഡിക്ഷൻ വന്നതും അവരതുപോലെ ചെയ്യുന്നതും. എന്തായാലും ഇന്നലത്തെ കളി കൂടി മുംബൈ ജയിച്ച് 5 ജയവും 4 തോൽവിയായിട്ട് 10 പോയിന്റുമായിട്ട് ടോപ്പ് 4-ൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്തായാലും അവർ ഇത് പറയണേ, ശരിക്കും പറഞ്ഞാൽ രോഹിത് ശർമ്മ ബാറ്റിങ്ങിൽ വന്നപ്പോൾ ബാറ്റിംഗ് സ്ട്രോങ് ആണ്, ബുംറ വന്നപ്പോൾ ബോളിംഗ് സ്ട്രോങ് ആണ്, മൊത്തത്തിലൊരു ടീം വർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ തോൽപ്പിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇത്തിരി ടഫുള്ള കാര്യമാണ് ഇനി ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും, കാരണം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇന്നലെ ഹൈദരാബാദിന്റെ അവരുടെ സ്വന്തം ഗ്രൗണ്ടിൽ അവരെ ബാറ്റിങ്ങിന് വിടുമായിരുന്നു മുംബൈ. അപ്പോൾ തങ്ങളുടെ ബോളിങ്ങിലുള്ള അത്രയും ഒരു കോൺഫിഡൻസ് അത് ഇന്നലെ കാണിച്ചു തരുകയും ചെയ്തു മുംബൈ ബോളേഴ്സ്. അപ്പോൾ ബിഗ് ഹിറ്റിന് പേര് കേട്ട ഹൈദരാബാദ് ബാറ്റേഴ്സിനെ 143 എന്ന് പറയുന്ന തുച്ഛമായ സ്കോറിലാണ് മുംബൈ ബോളേഴ്സ് ഒതുക്കിയത്. അത് അവരുടെ സ്വന്തം ഗ്രൗണ്ടിൽ അവർ 200 250 ഒക്കെ അടിക്കുന്ന അവരുടെ സ്വന്തം ഗ്രൗണ്ടിലാണ്. രോഹിത് ശർമ്മയുടെ സെക്കൻഡ് ഹോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെയാണ് മുംബൈ വെറും 143 അവർ എറിഞ്ഞിട്ടത്. പിന്നെ അതിലുള്ളത് കിഷാന്റെ സംഭവം ഇന്നലെ ഉണ്ടായത്, പുള്ളി ഔട്ടാവാനായിട്ടും ഒരു ഉണ്ട ചോറിനൽപ്പം. ഇന്നലത്തെ ഇപ്പോൾ നമ്മൾ മാച്ച് സമ്മറി പോലെ പറയുകയാണെങ്കിൽ ഇന്നലെ ആദ്യം ഹൈദരാബാദാണ് ബാറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ബിഗ് സ്കോർ ഒരു ബിഗ് ടോട്ടൽ തന്നെ സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഹൈദരാബാദ് സ്വന്തം ഗ്രൗണ്ട്. അല്ല, ബാറ്റിങ്ങിന് വിടുകയല്ലേ ചെയ്തത് മുംബൈ? അതെ, മുംബൈ ബാറ്റിങ്ങിന് വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നലെ പക്ഷേ അവർ വിചാരിച്ചതിനും നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ എന്നും ആദ്യത്തെ കളി കഴിഞ്ഞതിന് ശേഷം ഇത് തന്നെ അവർക്ക് അവസ്ഥ. കാരണം അതൊരു ഇതല്ലേ, കാരണം എന്നും ഇങ്ങനെ എല്ലാ ഇങ്ങനെ ബാറ്റ്മാൻ ഔട്ടായി പോവുകയല്ലേ ചെയ്യുന്നത്. ഇതേ മെത്തേഡിൽ തന്നെയല്ലേ ഇത് സൺറൈസേഴ്സിന് ഉണ്ടാവുന്നത്. കാരണം പ്ലേയേഴ്സ് ഒന്നും ഫോമിലല്ല. കാരണം 1-2 ഇപ്പൊ കിഷൻ ഒരു സെഞ്ചുറി അടിക്കുന്നു, അഭിഷേക് ശർമ്മ ഒരു സെഞ്ചുറി അടിക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ 1-2 ഇന്നിങ്സ് കളിക്കുന്നു എന്നല്ലാതെ ഒരു കൺസിസ്റ്റൻസി വരുന്നില്ല ടോപ്പ് ഓർഡറിലൊന്നും. അപ്പോൾ അവരെ ഏറ്റവും വേഗത്തിൽ അവർ വിക്കറ്റുകൾ തുടക്കത്തിൽ 1-2 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച. ഇന്നലെ തന്നെ തുടക്കം തന്നെ ഹെഡിൻ്റെ വിക്കറ്റ് ബോൾട്ട് എടുക്കണം, നമന്തിറിൻ്റെ കയ്യിലെത്തിച്ച് ഹെഡിനെ പൂജനാക്കി മടക്കുന്നു. പിന്നീട് അഭിഷേക് ശർമ്മേനെയും ബോൾട്ട് എടുക്കുന്നു, കിഷനെ അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും ദീപക് ചാർ എടുക്കുന്നു. അപ്പോൾ ആ ഒരു 4 വിക്കറ്റ് എത്ര വേഗമാണ് പോയെന്ന് ഓർക്കണം. ഒരറ്റത്തെ ക്ലാസ്സിനങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ ഇനി എന്താണ് നമ്മൾ ചെയ്യുക ഉള്ളത്. ക്ലാസ്സിനാണ് അത് എത്തിച്ചത്, അല്ലെങ്കിൽ വൻ മോശം സ്കോറിൽ അവസാനിപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ പിന്നീട് കുറച്ച് സ്കോർ മുമ്പോട്ട് പോയി അനികേത് വർമ്മ ഔട്ടാവുന്നു. അപ്പോൾ വീണ്ടും ഒരു ലോ സ്കോർ നാണക്കേട് എന്ന് കണ്ട സമയത്താണ് ക്ലാസ്സിന് അതുപോലെ അഭിനവ് മനോഹർ ഈ സീസൺ കളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ഇന്നിങ്സ് ഇന്നലെ വന്നു ഒരു ആവശ്യ സമയത്ത്. അവർ രണ്ടുപേരും കൂടി ഒരു 10-100 റൺസ് പാർട്ട്ണർഷിപ്പ് അവിടെ 100 റൺസിനടുത്ത് പാർട്ട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യുകയാണ്. എന്നാൽ പോലും 143 സ്കോറിലോട്ട് എത്തിക്കാനേ സാധിച്ചുള്ളൂ. കാരണം ഇപ്പം ഇന്നലെ ദീപക് ചഹർ 4 ഓവറിൽ 13 റൺസ് മാത്രമാണ് വിട്ടുകൊടുക്കുന്നത്. അല്ലെങ്കിൽ ബോൾട്ടായാലും ബുംറ ആയാലും 30 താഴെ റൺസാണ് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ ആരും അധികം റൺസും വിട്ടുകൊടുക്കുന്നില്ല, അത്യാവശ്യം നല്ല വിക്കറ്റും വീഴുന്നുണ്ട്. ബോൾട്ടിന്റെ പ്രകടനം എടുത്തു പറയണല്ലേ മാൻ ഓഫ് ദ മാച്ച്. ഇന്നലത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് ബോൾട്ടായിരുന്നു. തുടക്കം തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻസിംഗേഴ്സ് ഔട്ട് സിംഗേഴ്സ് ഒന്നും പിക്ക് ചെയ്യാൻ പറ്റാതെ വിക്കറ്റ് വലിച്ചെറിയുന്ന കാഴ്ച ഹൈദരാബാദ് ബാറ്റേഴ്സ്. അപ്പോൾ എന്തായാലും ഇന്നലെ ഇപ്പോൾ കുറച്ചെങ്കിലും അടി കിട്ടിയത് ബുംറയ്ക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രത്തോളം ക്വാളിറ്റി ബാക്കി ബോളേഴ്സ് കാണിച്ചു. എന്തായാലും ഇന്നലെ ഒരു മികച്ചൊരു ബോളിംഗ് ഇത് തന്നെയായിരുന്നു മുംബൈയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അപ്പോൾ 141 എന്ന് പറയുന്ന സ്കോർ അത് മുംബൈയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് എടുക്കുന്ന സ്കോറാണ്. അപ്പോൾ 15 ഓവറിൽ തന്നെ അവർ എടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ തുടക്കം റിക്കൾട്ടനെ ഔട്ടായെങ്കിലും രോഹിത് ശർമ്മ ഒരു ഭാഗത്ത് ശക്തമായിട്ട് നിലയുറപ്പിച്ച് നിന്ന് നല്ല രീതിയിൽ ഹിറ്റ് ചെയ്ത് കളിച്ച് ആ ഒരു റൺ റേറ്റ് 10-ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. പിന്നീട് വിൽ ജാക്സ് പുറത്താകുന്നു, പക്ഷെ അതൊന്നും ബാധിക്കുന്നില്ല. സൂര്യകുമാർ യാദവിൻ്റെ ഒരു വെടിക്കെട്ട് ലാസ്റ്റ് കളി വേഗം ഫിനിഷ് ചെയ്യുക, റൺ റേറ്റ് ഉയർത്തുക. അപ്പോൾ അത് തന്നെയാണ് ഇന്നലെ 3-ാം സ്ഥാനത്തോട്ട് എത്തിച്ചു മുമ്പേനെ അവർ വേഗം റൺ റേറ്റ്. കാരണം കഴിഞ്ഞ മത്സരം ഒരു 15-16 ഓവർ തീർത്തു, ഈ മത്സരം 15 ഓവർ തീർത്തു. അപ്പോൾ അവർ റൺ റേറ്റ് അവിടെ കുതിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ബാക്കി മത്സരങ്ങളിൽ അവർക്ക് ഇനിയിപ്പോൾ ഒരു 4 കളിയോടെ തോറ്റുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി മത്സരങ്ങളുടെ റിസൾട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ ആ റൺ റേറ്റ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. എനിവേ മുംബൈ ആരാധകർക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. കാരണം രോഹിത് ശർമ്മ ഫോമിലോട്ട് എത്തുന്നു, 50 അടിക്കുന്നു. അതുപോലെ തന്നെ മുംബൈ അവർ വിജയവഴിയിലോട്ട് തിരിച്ചെത്തുന്നു. പിന്നെ എടുത്തു പറയണമെന്ന് സച്ചിൻ, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഒരു വിജയത്തോടു കൂടി മുംബൈക്ക് ഇതാക്കാൻ സാധിക്കുക. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ആവുന്നൊരു പെർഫോമൻസ്. പിന്നെ ഇന്നലത്തെ മത്സരത്തിൽ ഇഷാൻ കിഷൻ്റെ ഒരു വിക്കറ്റ് വിവാദമൊന്നുമല്ല, അത് അതിനെപ്പറ്റി കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തൻ്റെ ഫോമർ ക്ലബിന് വേണ്ടിയിട്ട് ഇഷാൻ കിഷൻ നന്ദി കാണിച്ചത്. അല്ല, അവിടെ ബെഞ്ചിലിരിക്കില്ലായിരുന്നു കൂടുതൽ നേരം. അതല്ല, അവിടെ കളിപ്പിക്കുന്നുണ്ട്, ഓപ്പണിംഗ് റോളിൽ കണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ പുള്ളിയുടെ ഒരു പെർഫോമൻസും ടീമിന്റെ ഒരു തോൽവിയിൽ കാരണമായിട്ടുണ്ട്. എന്നാൽ പോലും
ഇന്നലത്തെ ഒരു ഇൻസിഡന്റ് മൊത്തോട് നോക്കുകയാണെങ്കിൽ ഇന്നലെ ദീപക് ചാർ എറിയുന്ന പന്ത് ഔട്ട് സൈഡിൽ ലെഗ് പോകുന്നു, കീപ്പർ പിടിക്കുന്നു, ദീപക് ചാർ തിരിച്ചു കടക്കുന്നു, അമ്പയർ വൈഡിന് വേണ്ടി കൈ പൊക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇഷൻ കിഷൻ തല കുനിച്ച് നടന്നു വരികയാണ്. അപ്പൊ അമ്പയർ കൈ ഇങ്ങനെ ആക്കി പിന്നെ ആ കൈ ഇങ്ങനെ പൊക്കി. അപ്പൊ ദീപക് ചാർ കാണുന്നത് കൈ പൊക്കുന്ന ഒരു ഇത് കാണുന്നു. അപ്പൊ അദ്ദേഹം അപ്പീൽ ചെയ്യുന്നു. ആ സമയത്ത് ഇഷൻ കിഷൻ ഒന്ന് സ്റ്റോപ്പായി. ദൈവമേ ആരും ഔട്ട് വിളിച്ചില്ലല്ലോ, ഞാൻ എന്തിനാണ് നടന്നത് എന്നൊരു നിമിഷം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും അവിടെ അപ്പീൽ വന്നു. അദ്ദേഹം നടന്നു പോകുന്നുണ്ട്, അപ്പീൽ ചെയ്തു, അമ്പയർ ഔട്ട് വിളിച്ചു. അപ്പോൾ ഇഷൻ കിഷനെ ബാറ്റുമ്പോൾ കൊണ്ടുണ്ടെന്ന് തോന്നിയോണ്ടായിരിക്കും അദ്ദേഹം അത് കയറിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് റിവ്യൂ എടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ അൾട്രാ എഡ്ജ് നോക്കിയപ്പോൾ ബാറ്റുമേയും ടച്ചില്ല, എവിടെയും ടച്ചില്ല, അതൊരു കംപ്ലീറ്റ് വൈഡ് തന്നെയായിരുന്നു. അപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല. അതായത് 2 വിക്കറ്റ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു, 12 റൺസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇഷൻ കിഷൻ അവിടെ എന്തിനാണ് ഇത്രയും ഒരു ഇത് കാണിച്ചത് നമുക്ക് തോന്നും. ആരും അപ്പീൽ ചെയ്യുന്ന സൗണ്ട് പോലും കേൾക്കാതെ ഇറങ്ങി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും അതിന് മണ്ടൻ തീരുമാനമായിരുന്നു. ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ച് രോഹിത് ശർമ്മ അടിച്ച് കളി ജയിപ്പിക്കുന്നതാണ്, ഫിനിഷ് ചെയ്യുന്നതാണ്. അതെന്തായാലും ഉണ്ടായില്ല. അപ്പം എന്തായാലും തോറ്റുകൊണ്ട് തുടങ്ങുന്ന മുമ്പേ എന്തായാലും പേടിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ മാച്ചിൽ വിട്ടുപോയ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ആയിട്ട് ഇടുക.